ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ റുഷ്ദി. വെൽക്കം ബാക്ക് ടു മെഡിഫോളിയോ. ഡോക്ടറെ, എനിക്ക് തൈറോയ്ഡ് ഇഷ്യൂ ഉണ്ട് ഡോക്ടറെ. ഒരുപാട് കാലം മെഡിസിൻ കഴിക്കുന്നു. മെഡിസിൻ കഴിക്കുന്ന സമയത്തും ഒക്കെ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. പക്ഷേ മെഡിസിൻ നിർത്തി കഴിഞ്ഞാൽ വീണ്ടും പഴയ പോലെ ആവുകയാണ്. എന്താണ് ഞാൻ ചെയ്യുക? ഇതിന് വല്ല പ്രതിവിധി ഉണ്ടോ? അതോ ഞാൻ മരണം വരെ ഈ മെഡിസിൻ കഴിക്കണോ? ഒരുപാട് പേര് ചോദിക്കുന്ന ചോദ്യമാണിത്. അപ്പോൾ തൈറോയ്ഡ് കംപ്ലൈൻറ്റ് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും രണ്ട് തരത്തിലാണുള്ളത്. അതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. ഒന്ന് ഹൈപ്പോ തൈറോയിഡിസം, രണ്ട് ഹൈപ്പർ തൈറോയിഡിസം. ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുള്ള തൈറോയ്ഡ് ഗ്രന്ഥി വേണ്ടത്ര അളവിൽ ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കാത്ത അവസ്ഥയാണ് ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുന്നത്. ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സസീവായിട്ട്, അതായത് ഓവറായിട്ട് ഉൽപ്പാദിപ്പിക്കുക. ഇങ്ങനെ ഓവറായിട്ട് ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കുന്ന അവസ്ഥയാണ് എന്ത് പറയുന്നത്, ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയുന്നത്. ഈ രണ്ട് കേസിലും എങ്ങനെയാണ് നിങ്ങൾ മെഡിസിൻ എടുത്തിട്ടുണ്ടാവുക? അതായത് ഹൈപ്പർ തൈറോയിഡിസത്തിൻ്റെ കേസ് ഓവറായിട്ട് ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കുമ്പോൾ ഈ ഉൽപ്പാദിപ്പിക്കുന്നത് ബ്ലോക്ക് ചെയ്യുന്ന മെഡിസിൻ ആയിരിക്കും നിങ്ങൾ എടുത്തിരിക്കുക. അതുപോലെ തന്നെ ഹൈപ്പോ തൈറോയിഡിസത്തിൻ്റെ കേസിലേക്ക് വരുമ്പോൾ കൂടുതലായിട്ട് ഹോർമോൺസ് അവിടെ ആവശ്യമുണ്ട്. അപ്പോൾ നിങ്ങൾ ഹോർമോൺ പിൽസ് ആയിരിക്കും എടുത്തിരിക്കുക. ആ സമയത്ത് നമ്മൾ TFT, തൈറോയ്ഡ് ഫങ്ഷൻ ടെസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ അവിടെ എന്തായിരിക്കും, ഹോർമോൺസ് എല്ലാം നോർമലായിരിക്കും. അതിനർത്ഥം നിങ്ങളുടെ തൈറോയ്ഡ് കംപ്ലൈൻറ്റ് മാറി എന്നല്ല. നിങ്ങളുടെ തൈറോയ്ഡ് കംപ്ലൈൻറ്റ് മാറണമെങ്കിൽ നിങ്ങളുടെ ശരീരത്തിലെ തൈറോയ്ഡ് ഗ്രന്ഥി നോർമലായിട്ട് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കണം. ഈ തൈറോയ്ഡ് ഗ്രന്ഥിയെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള മെഡിസിൻ വേണം നിങ്ങൾ ഉപയോഗിക്കാൻ. ഹോമിയോപ്പതിക് മരുന്നുകളായ തൂജ, ലൈക്കോപോഡിയം, സെപ്പിയ, നാട്രമ്യൂർ എന്നീ മരുന്നുകളും കോൺസ്റ്റിറ്റ്യൂഷണൽ മരുന്നുകളും വളരെ ഫലപ്രദമായി തൈറോയ്ഡ് ഗ്രന്ഥിയെ സ്റ്റിമുലേറ്റ് ചെയ്യുകയും നാച്ചുറലായിട്ട് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നവയാണ്. കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.